പറഞ്ഞു പറ്റിക്കുകയാണോ ഡൊണാൾഡ് ട്രംപ്? യുദ്ധവിരാമമെന്ന പ്രഖ്യാപനം പാഴ്വാക്കാണോ? യുദ്ധത്തിൻ്റെ ഗതി തിരിക്കാനുള്ള ട്രംപിൻ്റെ പുതിയ അടവോ? ഇറാനുമായി ക്രിയാത്മകമായ ചർച്ച നടത്തിയെന്നും അത് ഈ ആഴ്ച മുഴുവൻ തുടരുമെന്നുമുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന പ്രതീക്ഷ പകർന്നിരുന്നു ലോകരാജ്യങ്ങൾക്ക്. സംശയമില്ല, യുദ്ധം അവസാനിക്കാൻ പോകുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള പ്രഖ്യാപിത നീക്കം 5 ദിവസത്തേക്ക് നീട്ടിവെച്ചതായും ഹോർമുസ് കടലിടുക്കിന് നൽകിയ 48 മണിക്കൂറത്തെ സമയപരിധി നീട്ടിവെച്ചതായും ട്രംപ് പ്രഖ്യാപിച്ചത് ഇന്നലെ തൻ്റെ സമൂഹ മാധ്യമത്തിലൂടെയാണ്. സംഭാഷണത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നത് ഇറാനാണെന്നായിരുന്നു ട്രംപിൻ്റെ അവകാശവാദവും. എന്നാൽ ട്രംപ് പറഞ്ഞ മാതിരി ഒന്നും നടന്നില്ല എന്നും പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്നുമാണ് ഇറാന്റെ പ്രതികരണം. അത് മാത്രമല്ല, യുദ്ധത്തിൽ ഇറാൻ മുന്നേറുന്നതിൻ്റെ പേടിയിലാണ് ട്രംപ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന് ഇറാനിലെ നാഷണൽ ടെലിവിഷൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വളരെ വേഗം വിജയം കൈവരിച്ച് അവസാനിപ്പിക്കാമെന്ന് US-ഉം ഇസ്രായേലും കണക്കുകൂട്ടിയ ഒരു യുദ്ധം അത് ദീർഘനാൾ നീളുന്ന പശ്ചാത്തലമാണ്. നമ്മൾക്ക് ഓർമ്മയുണ്ട്, 3 ആഴ്ച കൊണ്ട് ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ വെള്ളം കുടിക്കുന്നു. ഹോർമുസിൽ ലോകരാജ്യങ്ങൾ ട്രംപിനെതിരെ തിരിയുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നു. ഉന്നത നേതൃത്വം നിഷ്കാസനം ചെയ്ത് ഇറാനിലെ ഷിയ ഭരണകൂടത്തെ വളരെ പെട്ടെന്ന് വീഴ്ത്താമെന്ന് കരുതിയ ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും കണക്കുകൂട്ടലുകൾ പിഴച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് ഈ കീഴടങ്ങലിലേക്ക് ട്രംപ് പോകുന്നു. വേണമെങ്കിൽ കീഴടങ്ങൽ എന്ന് പറയാം. കാരണം ചർച്ച നടത്തിയത് ആരോടൊന്നും വെളിപ്പെടുത്താതെ ഇറാൻ്റെ ഒരു പരമോന്നത നേതാവോട് ചർച്ച നടത്തിയെന്ന് വെറുതെ പറഞ്ഞു വെക്കുന്ന ട്രംപ് വെറുതെ ചില ആശങ്കകൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വെക്കുകയാണോ എന്നതാണ് സംശയം. ഇന്നലെയും ടെഹ്റാനിൽ ആക്രമണമുണ്ടായി. ഇതടക്കം ട്രംപിൻ്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം ലോകരാജ്യങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് വേണം കരുതാൻ.